നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കുന്നംകുളത്ത് ബിജെപി പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും ബിജെപി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ നിരവധി തവണ ജേതാവായിരുന്നു. നിലമ്പൂരിൽ M. സ്വരാജ് LDF സ്ഥാനാർത്ഥി. സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലും കനത്ത ജാഗ്രത. ഇപ്പോഴത്തെ വകഭേദം ഗുരുതരമല്ലെന്നാണ് വിലയിരുത്തൽ. ജൂൺ 5 വരെ ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും തെറ്റായ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി. മഴ കനത്തതോടെ ദേശീയപാത 66 തിരുവത്ര അത്താണി സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദേശീയപാതയിലെ കാനയിൽ നിന്ന് വെള്ളം വീട്ടുപറമ്പുകളിലേക്ക് കയറുകയാണെന്ന് പ്രദേശവാസികൾ. ശക്തമായ മഴയിൽ തയ്യൂരിൽ വീട് തകർന്നു. എളാട്ടുപീടികയിൽ സുലൈമാന്റെ ഭാര്യ അലീമയുടെ വീടാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പൂമംഗലം പഞ്ചായത്തിലെ പായമൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി. സമീപത്ത് നിർമ്മിക്കുന്ന പുളിക്കലച്ചിറ പാലത്തിനു വേണ്ടി ബണ്ട് കെട്ടിയതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ. ചേലക്കര പ്ലാഴി സംസ്ഥാന പാത റോഡ് പണിയിൽ അശാസ്ത്രീയതയും അഴിമതിയും ആരോപിച്ച് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവുമായി യുവാവിനെ റെയിൽവേ പോലീസ് പിടികൂടി. 70 ഗ്രാം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി പ്രദീപ് ദാസിനെയാണ് പിടികൂടിയത്. പൂച്ചട്ടി കൊഴുക്കുള്ളി പുതുക്കുളത്തിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കൊഴുക്കുള്ളി സ്വദേശി പൊങ്ങണമൂല വീട്ടിൽ 70 വയസ്സുള്ള വിശ്വംഭരനാണ് മരിച്ചത്. KSUവിന്റെ 68ാം ജന്മദിന സമ്മേളനം മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ KSU മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSU 68ാം സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പനങ്ങാട്ടുകരയിൽ KSU സ്ഥാപക ദിനം ആഘോഷിച്ചു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി അഹ്സാൻ ഷേഖ് പതാക ഉയർത്തി. BJPയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് തല വികസന ശില്പശാല സംഘടിപ്പിച്ചു. വാസുപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പ്രഭാരി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. CITU രൂപീകരണത്തിന്റെ 55ാമത് വാർഷിക ദിനാചരണം കൊടകരയിൽ സംഘടിപ്പിച്ചു. കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ പതാക ഉയർത്തി. പുളിക്കക്കടവ് പാലത്തിനു സമീപം ഞായറാഴ്ചകളിൽ സജീവമാകുന്ന സംഗീത കൂട്ടായ്മയായ കടവ് ചായക്കൂട്ടത്തിന് സമ്മാനമായി പുതിയ സൗണ്ട് സിസ്റ്റം. കൂട്ടായ്മ പ്രതിനിധി റഷീദ് ബാബുവാണ് പുതിയ മ്യൂസിക് സിസ്റ്റം സമ്മാനമായി നൽകിയത്. സിദ്ധ മെഡിക്കൽ ഓഫീസർ നിയമനത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ മത്സര പരീക്ഷയിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ കോപ്ലിപ്പാടം സ്വദേശിനി 1ാം റാങ്ക് നേടി. ഡോക്ടർ KV വൃന്ദയാണ് 1ാം റാങ്ക് നേടിയത്. ED കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട MP രാധാകൃഷ്ണനും MLA AC മൊയ്തീനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗർ ഉദ്ഘാടനം ചെയ്തു. എങ്കക്കാട് പോസ്റ്റ് ഓഫീസിൽ GDMSD-ആയി 3 പതിറ്റാണ്ട് പ്രവർത്തിച്ചിരുന്ന രാമചന്ദ്രനെ നാടിന്റെ ആദരം. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നടന്ന 10 ദിവസത്തെ NCC സംയുക്ത വാർഷിക ക്യാമ്പിൽ തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂൾ ജൂനിയർ വിഭാഗത്തിൽ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. 7 കേരള ഗേൾസ് ബറ്റാലിയൻ NCC എറണാകുളം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിലെ പ്രശ്നപരിഹാര ക്രിയകളും അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകളുടെയും ഭാഗമായി കലാസാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
സാന്ത്വനസ്പർശം പാലിയേറ്റീവ് ഡ്രൈവറായി കഴിഞ്ഞ 5 വർഷമായി സേവനമനുഷ്ഠിച്ച ബാലന് യാത്രയയപ്പ് നൽകി. രക്ഷാധികാരി AK ഉസ്മാൻ സാഹിബ് ഉപഹാരം കൈമാറി. കേരള ലൈബ്രറി കൗൺസിലിന്റെ വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ നടന്നു. എരുമപ്പെട്ടി GHS സ്കൂളിൽ പ്രിൻസിപ്പൽ ഷീബ ജോസ് ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിൽ ജൂൺ 1 മുതൽ 11 വരെ നവീകരണ കലശം നടക്കും. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അനിമംഗലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. റോഡുകളിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ചേർപ്പ് PWD ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഇമിറ്റേഷൻ ഗോൾഡ് വർക്കേഴ്സ് സംഘം ഒല്ലൂർ വ്യാപാര ഭവനിൽ മികച്ച വിജയം നേടിയ SSLC +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ CP പോളി ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ പഞ്ചായത്ത് 5, 6 വാർഡുകളിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. CITU രൂപീകരിച്ചതിന്റെ 55ാം വാർഷികം മണലൂരിൽ ആചരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കളിൽ സംഘടിപ്പിച്ച കുന്നംകുരത്ത് വാവേലി ഫാമിലി അസോസിയേഷൻ വാർഷികം പാവറട്ടി ആശ്രമാധിപൻ ഫാദർ ജോസഫ് പാലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KA ജോസ് അധ്യക്ഷനായിരുന്നു. പൊയ്യ പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ തദ്ദേശ സ്ഥാപനമായി പ്രഖ്യാപിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് പ്രഖ്യാപനം നിർവഹിച്ചു. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. GADക്ക് അന്തിമ അംഗീകാരം ലഭിച്ചു. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ. ദേശീയപാതയിലെ വെള്ളക്കെട്ട് മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണ്ണുത്തി വടുക്കുംചേരി ദേശീയപാതയിലെ വെള്ളക്കെട്ട് മൂലം കാറുകൾ അപകടത്തിൽപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ താലൂക്ക് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ താലൂക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. PKF ജില്ലാ സെക്രട്ടറി KV രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു. കല്ലേറ്റുങ്കര പാക്സ് ഡയറക്ടർ ഫാദർ ജോജി പാലമറ്റം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ വീണ്ടും ലോറി ചെളിയിൽ താഴ്ന്നു. ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിയിലേക്കുള്ള സർവീസ് റോഡ് വീതി കൂട്ടുന്നതിനെ മണ്ണ് മാറ്റിയ ഭാഗത്തായിരുന്നു ലോറി അപകടത്തിൽപ്പെട്ടത്. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയും പഞ്ചായത്ത് ബാലസഭയും സംയുക്തമായി UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വേനൽ പച്ച ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് വീൽസ് ഓഫ് ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി 200 വീൽ ചെയറുകൾ വിതരണം ചെയ്യും. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഹ്യൂമാനിറ്റേറിയൻ സർവീസിന്റെ ഭാഗമായാണ് വീൽ ചെയറുകൾ നൽകുന്നത്. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ജൂൺ 10 നടക്കും. ജൂൺ 3 തിരുനാളിനെ കൊടിയേറും. പാറമേക്കാവ് കലാക്ഷേത്രത്തിന്റെ 25ാം വാർഷികാഘോഷവും അവാർഡ് ദാന സദസ്സും തൃശൂരിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അവാർഡ് ദാനം നടത്തി. കുട്ടനെല്ലൂരിൽ ഒല്ലൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ശക്തിബോധി ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനവ ഭദ്രതാ ദിനാചരണവും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി ദീക്ഷായനം സമാപന സമ്മേളനവും നാളെ തൃശൂരിൽ നടക്കും. മുൻ മന്ത്രി ഡോക്ടർ KT ജലീൽ, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും.
മലയാളി സാംസ്കാരികം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച മലയാളി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കും. അയ്യന്തോളിൽ നടക്കുന്ന സംഗമം KDRB ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. മതിലകം കുടുംബശ്രീ മാതൃക CDSന്റെ 27ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള വിദ്യാർത്ഥി യൂണിയൻ 68ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുന്നംപറമ്പ് സെന്ററിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O. ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ചാവക്കാട് താലൂക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കൃഷിഭവന് മുന്നിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. കേരകൃഷി സംരക്ഷണത്തിന് ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച് കൃഷിവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.